എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പരുന്തുംപാറയാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കുറേ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ പൊതുവെ ആൾക്കാരൊന്നും പോയി കാണുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഈ പരുന്തുംപാറ. നമ്മളെ അത്യാവശ്യം അങ്ങനെ അൺറേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന കുറേ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ ചെറിയൊരു മൂന്നാറിൽ പോകുന്ന സെറ്റപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ പോകുന്നത്. കുട്ടിക്കാനം അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കുറേ കാഴ്ചകളൊക്കെയാണ് നമ്മളെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലോട്ട് പോകാം ഗൈസ്. അടിപൊളി ദേഹമൊക്കെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയ്ക്കത്തോടെ കാണാൻ പറ്റുന്നറിയില്ല, പക്ഷെ ഇവിടെ ഫുള്ള് മഞ്ഞാണ്. താഴെ ഇങ്ങനെ മഞ്ഞിങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. എൻ്റെ മോനെ സൂപ്പർ. കുറച്ച് ഫ്രണ്ടിലായിട്ട് പോയിട്ട് നിർത്താം. അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാം. എന്റെ മോനെ ഇവിടെ കിട്ടില്ല മഞ്ഞ. റോഡിലൂടെ റോഡ് കാണില്ല. അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും നമുക്ക് റോഡ് പോലും കാണത്തില്ല. താഴേക്കാൾ കിട്ടില്ല മഞ്ഞ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ, അടിപൊളി മഞ്ഞ്. എന്റെ മോനെ ക്യാമറയ്ക്ക് പക്ഷെ കിട്ടുന്നുണ്ട് തരത്തില്ല. നല്ല തണുപ്പുമായിട്ടുണ്ട് കേട്ടോ. ദേഹത്തോടൊക്കെ നല്ല തണുപ്പ് അടിച്ചു കയറുന്നുണ്ട്. നിർത്തിയിട്ട് ഇനി കുട്ടിക്കാനം എത്താറായി. ഭയങ്കര മഴയായതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയതാണ്. കുട്ടിക്കാനം എത്താറായിട്ട് എത്താറായിട്ട് അത്യാവശ്യം മഞ്ഞുണ്ട്. നമ്മളിങ്ങനെ പരുന്തുംപാറ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളൂ. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്റർ അത്രയൊക്കെയാണ്. അവിടെ വണ്ടി നിർത്തി. മഴയുണ്ട് നല്ലപോലെ, നല്ല മഴയാണ്. ഞങ്ങൾക്ക് നനഞ്ഞു. എനിക്ക് മാത്രമേ കോട്ടുള്ളൂ, അനിയന് കോട്ടില്ല. മഴ പെയ്യുന്ന കാണാവോ, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അത്യാവശ്യം നല്ലപോലെ ചാറുന്ന പോലെ, നല്ല നനയാൻ മാത്രം ചാറുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ മഞ്ഞുണ്ട്, പക്ഷെ നല്ല മഴയും ഉണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും ജലദോഷം പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ താഴെ കൂടെ ഒരു തോടൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തോട് പോകുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഫുള്ള് പന്നത്തില്ല, ഇപ്പുറ സൈഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരും. അതിന് മേലോട്ടൊക്കെ ഡ്രസ്സ് കൊണ്ട് കാണാം. കണ്ടോ, അത്യാവശ്യം മഞ്ഞുമുണ്ട്. പോവാം. ഏതായാലും മഴയാണ്. ഇവിടെ നിന്ന് മഴ പെയ്യത്തുള്ളൂ. പരുന്തുംപാറ കൊണ്ട് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കിടക്കാം. നമ്മൾ അത്യാവശ്യം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ കയറാറായിട്ടുണ്ട് ഏകദേശം. വലിയ മഴയൊക്കെ ആയതുകൊണ്ട് വലിയ അധികം തിരക്കില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആരും ഇപ്പോൾ നിന്നാലും നല്ല മഞ്ഞാണ്, പക്ഷെ നല്ല പോലെ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കണ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അവിടെയൊക്കെ വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി കിടക്കുന്നത് കാണത്തു പോലും ഇല്ല അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഫുള്ള് മഞ്ഞാണ്.
നല്ല കാറ്റും ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, അങ്ങോട്ടുള്ള റോഡൊന്നും കാണത്തു പോലുമില്ല എൻ്റെ പൊന്നോ. ഇവിടേക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ വണ്ടി വെക്കാം. ഇവിടെ വണ്ടി വെച്ച് ചില ഇവിടെ നിൽക്കാം. ഫുള്ള് എല്ലായിടത്തും മഞ്ഞ. അവിടെ കടയൊക്കെ നോക്കി, കട അങ്ങോട്ടൊന്നും കാണത്തു പോലുമില്ല. നല്ല കിടിലം കോടയാണ് കൈസ്. അടുത്ത് ഇങ്ങനെ വണ്ടിയുടെയൊക്കെ അടുത്താണ്. അപ്പുറത്തോട്ട് കാണുന്ന ഇവിടെ ക്യാമറയ്ക്ക് കാണുമ്പോൾ സ്ഥലം കാണാമെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മഞ്ഞ. അവിടെ ആ കിടക്കുന്ന കാറൊന്നും കാണത്ത് പോലും ഇല്ല. ആ കണ്ടോ, പക്ഷെ ഫോണിൻ്റെ അകത്ത് ഇതൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ ഫുള്ള് മഞ്ഞ. ഇതുണ്ടോ, ഇതിന് താഴോട്ട് എന്നാ കുഴിയെന്നറിയും. ഇവിടെ ഒന്നും കാണത്തുമില്ല. ഒരു വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നു, കാറ്റടിക്കുന്നുണ്ട് താഴേന്ന്. ഫുള്ള് മഞ്ഞ താഴെ മുഴുവൻ. വലിയ കൊക്കയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇതുണ്ടോ, മഞ്ഞ അടിയിൽ കാറ്റടിക്കുമ്പോൾ പൊങ്ങി വരുന്നു. ഇതുണ്ടോ, അവിടുന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ മേലോട്ട് പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. മഞ്ഞുണ്ടെങ്കിലും ചെറുതായിട്ട് വെയിലിങ്ങനെ ഒരു തെളിഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നേ. അപ്പം ചെറിയ ചൂടുണ്ട്. മഞ്ഞുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ തണുപ്പില്ല. ഞങ്ങൾ വന്ന വഴിയൊക്കെ കയറി നല്ല തണുപ്പായിരുന്നു. ഇപ്പം അത്രയും തണുപ്പില്ല, പക്ഷെ നല്ല മഞ്ഞ. ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ കിടിലം മഞ്ഞ്. അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റ് വരുന്നുണ്ട്. നമുക്ക് താഴെ ചെല്ലാം. നല്ല മഞ്ഞുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല കിടിലം മഞ്ഞ ഫുള്ള്. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഈ നേരത്തെ ഒരു ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ കുറേ നാൾ മുന്നേ വന്നു ഇപ്പോൾ ഈ വേലിയെല്ലാം പൊളിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഈ വേലിയെല്ലാം ഇട്ടതാണ്. എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ വന്ന് നിൽക്കാനും. ഇതെല്ലാം നിറച്ച് ഇഷ്ടം പോലെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. പോലീസ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പോലീസ് എക്സൈസ് ആണ്. ഇവിടെ കുറെ കടകളാണ്. എല്ലാം കടകളുണ്ട്. ഇവിടെ മാഗി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്നും ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും തുറന്നിട്ടില്ല. 2-3 കടയൊക്കെ തുറന്നിട്ടുള്ളൂ. ഇവിടെയൊക്കെ കട കുറച്ച് തുറന്നിട്ടുണ്ട്, പക്ഷെ നല്ല മഞ്ഞാണ്. ഇവിടെയൊക്കെ ആയതുകൊണ്ട് വെട്ടിക്കിടക്കാണ്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാവരും തുറന്നിട്ടുണ്ട്. എല്ലാം കുറച്ചുകൂടെ ഇതായിട്ട് തെളിഞ്ഞു കേട്ടോ. നേരത്തെ കാട്ടില്ല, നമ്മളവിടെ നിന്ന് കേട്ടു. കുറേ കൂടെ കടയൊക്കെ കാണാൻ പറ്റുന്നത്രയായി. താഴോട്ടൊക്കെ ഫുള്ള് മഞ്ഞുണ്ട് നല്ലപോലെ. ഇവിടെ എൻ്റെ കടയും കണ്ടുണ്ടായിരുന്നു. കടയിൽ പൊളിഞ്ഞു പോയി. കാറ്റടിച്ച് വല്ലതും പറന്നു പോയതാണെന്ന് അറിയത്തില്ല.
ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. ഭയങ്കര മഞ്ഞാണ്, വേറെ താഴോട്ടുള്ള വ്യൂ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോഴും മഞ്ഞ് പോയിട്ടില്ല കേട്ടോ, നല്ല നൈസ് മഞ്ഞാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് കുട്ടിക്കാനത്തുനിന്ന് ഏലപ്പാറ ചെന്നിട്ട് വാഗമൺ വഴി വീട്ടിലോട്ട് പോകാനുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നേരെ ഇനി ഏലപ്പാറ ചെന്നിട്ട് അവിടുന്ന് വാഗമൺ വഴി പേട്ടയിൽ കൂടി വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് അവിടെ വാഗമൺ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടാണ് ഇത്. നമ്മൾ മൂന്നാർ പോകുമ്പോൾ ആ സെയിം വൈബ് തന്നെ നമ്മൾ ഇവിടെ പോകുമ്പോൾ. പക്ഷേ ഇവിടെ ആൾക്കാർ വരുന്നത് പക്ഷേ ഭയങ്കര കുറവാണ്. മൂന്നാറൊക്കെ ഇതിനേക്കാൾ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് താനും. അതുപോലെ തന്നെ നമ്മൾ മൂന്നാർ ഗ്യാപ് റോഡിൽ കൂടെ പോകുന്ന ആ ഒരു സെയിം ഇത് തന്നെ ഇതിലേ പോകുമ്പോൾ. കുട്ടിക്കാനത്ത് നിന്ന് കട്ടപ്പന ഒക്കെ പോകുന്ന ഏലപ്പാറ പോകുന്ന വഴിയത്. ഗ്യാപ് റോഡ് വഴി പോകുമ്പോൾ സെയിം സെറ്റപ്പ് തന്നെയാണ്. ആ സെയിം അതുപോലത്തെ നല്ല അടിപൊളി റോഡും ചുറ്റും തേയിലത്തോട്ടം. അങ്ങ് ദൂരെ കാണുന്ന ടൗൺ കാണുന്നത് അത് ഏലപ്പാറയാണ്. ഏലപ്പാറ നമ്മൾ കുറച്ച് ഫ്രണ്ടോട്ട് ചെന്നിട്ടാണ് നമ്മൾ വാഗമൺ റൂട്ടോട്ട് തിരിയുന്നത്. ഇവിടെയൊക്കെ തേയില ഇട്ടേക്കുന്നുണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കണ്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ റോഡൊക്കെ പോകുന്ന വഴി. നമ്മൾ കറക്റ്റ് മൂന്നാറൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഗ്യാപ് റോഡ് വഴി പോകുന്ന ആ സെയിം ഇത് തന്നെയാണ് ഏലപ്പാറ ഈ റൂട്ടിൽ. റോഡ് അടിപൊളിയാണ്, നല്ല മഞ്ഞും ഇതൊക്കെ വരുവാണെങ്കിൽ സൂപ്പറാണ്. ഫുള്ള് മഞ്ഞാ, ഒരു രക്ഷയില്ല, അടിപൊളി കോട, മൊത്തം മഞ്ഞോട് കൂടിയേക്കുവാ. അവിടെ പരുന്തുപാറയൊക്കെ ചെന്നേക്കാട്ട് സൂപ്പർ നല്ല തണുപ്പുണ്ട് കേട്ടോ വാഗമണ്ണിൽ. ചെറുതായിട്ട് വെയിൽ അളിയുന്നുണ്ട്. ആ വീടൊക്കെ നോക്കിയേ, ഇത് ഒരു പ്രത്യേക സെറ്റപ്പ്. ആ മരം നോക്കിയാൽ നിൽക്കുന്നതാണ്, നല്ല രസമുണ്ട് ഇവിടുന്ന്. ഇവിടെ വാഗമണ്ണെത്തിരിക്കണം. ഇനി നമുക്ക് വാഗമണ്ണിലെ കാഴ്ചകൾ.
നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ അടിപൊളിയാണ് ഈ മല. ഇവിടുന്ന് കിട്ടില്ല വ്യൂ. ആ മലയുടെ മേളിലേക്ക് അവിടെയൊക്കെ പോകണം, ടെൻ്റ് അടിച്ചിട്ട് നല്ല സെറ്റായിട്ട് കിടക്കണം, അടിപൊളിയായിരിക്കും. അവിടെ ഇരിക്കുന്ന വീടും ഇവിടെയൊക്കെ. ആ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, അടിപൊളിയാണ്. ഇത് താഴെ കൂടെ അങ്ങ് താഴെ അവിടെയൊക്കെ ആയിട്ട് ഒരു പശു കിടപ്പുണ്ട്. കുഞ്ഞു പശുക്കളാണ്, ചെറിയ പശുക്കളാണ്. എങ്ങനെ നമുക്കിനി ഇവിടുന്ന് പോകാനില്ല. നമുക്ക് വാങ്ങണമൊക്കെ ചെന്ന് മഴക്കാർ ചെറിയ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. അങ്ങോട്ട് അത്യാവശ്യം മഴക്കാരുണ്ടെന്ന്, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മഴയായിരിക്കും. ഇതുവരെ നമുക്ക് വലിയ മഴയൊന്നും വന്നില്ല, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കിട്ടലും വ്യൂ നോക്കി, നല്ല സൂപ്പർ മല. എൻ്റെ പൊന്നെ അടിപൊളി. ഇതാണ് മൊത്തം അങ്ങനെ മുട്ടക്കുന്ന് പോലെ ഇങ്ങനെ കിടക്കും തൊഴിലുവാനായിട്ട്. ആ വീടൊക്കെ നോക്കി, അവിടെയൊക്കെ ഒരു വീട് കൊണ്ട് നൈസായിരിക്കും. ആ വീടിരിക്കുന്നുണ്ട് നമുക്ക് മലയാളം രാവിലെയൊക്കെ ഇരുന്നൊക്കെ പറഞ്ഞ് നൈസായിരിക്കും. അവിടെയൊക്കെ നല്ല മഴയുണ്ട്. നമ്മളിനിയും പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ആ വണ്ടി ഇവിടെ ഇരുന്നുണ്ട്. ഇവിടെ ഒരു വ്യൂ ഇങ്ങനെ കറക്റ്റാണ്, സൂപ്പർ വ്യൂ ഉണ്ടപ്പോൾ ഇവിടെ നിർത്തി വീഡിയോ എടുത്തു. രക്ഷയില്ല, അടിപൊളിയാണ്. അവിടെ അങ്ങ് ദൂരെ അങ്ങ് കാണുന്നുണ്ട്, അവിടെ കാണുന്നത് അത് പൈൻ ഫോറസ്റ്റിൻ്റെ ഏത് ഫാം വരുന്നത്. മലയൊക്കെ തിളങ്ങിയിരിക്കുന്നത് പച്ചപ്പ് മരം തിളങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവുകയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളൂ, ഒരു 10-30 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ കാഴ്ചകളൊന്നും ഇല്ല. നമ്മൾ വാഗമൺ ഇറങ്ങി നേരെ പേട്ട ചെന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരത്തേക്കും സ്മീ ട്രാവൽ മാൻ, ബൈ.